ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈക്കോടതി വിധി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഈ മാർക്കറ്റിൽ പോയി കണ്ടാൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ സാധനം മേടിക്കുമ്പോൾ അതിനകത്ത് MRP അടിച്ചിട്ടുണ്ടാവും. ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വിലവിവര പട്ടിക എഴുതിയിട്ടുണ്ടാവും. സൂപ്പർ മാർക്കറ്റുകളിലും പലചരക്കടകളിലും സാധനങ്ങളെ വിലവിവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ ഓരോ ചികിത്സയ്ക്കുള്ള റേറ്റ് എത്രയാണ്, എന്താണ് എന്നുള്ളത് യാതൊരു വിവരവും നമുക്കില്ല. ഒരു രോഗി അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന തുക നമ്മൾ കൊടുക്കുക. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ ബില്ല് തരും, അല്ലെങ്കിൽ ഇടയ്ക്ക് ബില്ല് തരും. ആ പൈസ നമ്മൾ അടയ്ക്കുക. ഓരോന്നിനെയും എത്രയാണ് അവർ ചാർജ് ചെയ്തേക്കണേ എന്നുള്ളതൊക്കെ ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അവർ തരുന്ന ബില്ല് അടച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് മേടിച്ച് പോവുക. ഇതാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലിപ്പോൾ ഹൈക്കോടതിയിൽ പുതിയ വിധി വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ സൂപ്പർ മാർക്കറ്റുകൾ ഇവർക്കൊക്കെ വിലവിവര പെട്ടിക്കടകളിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ കടി 5 രൂപ എന്നൊക്കെ പ്രദർശിപ്പിക്കുന്ന കേസ് പോയിട്ട് ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞേക്കുന്നത് എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും ഇവരുടെ ഓരോ ചികിത്സയ്ക്കുള്ള റേറ്റുകൾ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രോഗിയായിട്ട് അവിടെ പോകുമ്പോൾ നമുക്കറിയാം ഇന്ന അസുഖത്തിന് വേണ്ടി പോകുന്ന ഏകദേശം എത്ര റേറ്റ് വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ വേറൊരു ആശുപത്രിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറി ആ ആശുപത്രിയിൽ മാറാൻ പറ്റും. അതുകൊണ്ട് ഇത് കർശനമായിട്ട് ഇപ്പോൾ ഹൈക്കോടതി നിഷ്കർഷിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോന്നിനും ഇത്ര രൂപ, ഇന്ന ഓപ്പറേഷൻ ഇത്ര രൂപ, അനസ്തേഷ്യക്ക് ഇത്ര രൂപ, അങ്ങനെ ഓരോ ഡീറ്റെയിൽസും പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. IMAക്ക് ഇതിനെതിരായിരിക്കാനാണ് സാധ്യത. കാരണം ഇവർ കഴുത്തറപ്പനാണ്. ഒരു രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചാർജ് ചെയ്യാവോ അതൊക്കെ ചെയ്ത് അവൻ്റെ മുതലും നശിപ്പിക്കും, അവൻ്റെ വീടും കുടുംബവും നശിപ്പിച്ചിട്ടാണ് ഇവ പ്രൈവറ്റ് ആശുപത്രികളിലും നമ്മൾ പിഴിഞ്ഞ് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് നോക്കുക. ഓരോ ചികിത്സയ്ക്കും നിങ്ങൾക്ക് എന്താ അസുഖത്തിനാണ് പോകുന്നത് അതിന് ഓരോ ചികിത്സകളുടെ റേറ്റുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിൽ കൂടുതലൊന്നും അവർക്ക് ചാർജ് ചെയ്യാൻ സാധ്യമാകില്ല. ഒരു പക്ഷേ ഹൈക്കോടതി വിധിക്കെതിരെയായിട്ട് ഇവർ ചിലപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുമായിരിക്കും. അതുവരേക്കും എന്താ നടക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഏതായാലും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്, ഈ വിലവിവര പട്ടിക പ്രദർശിപ്പിക്കുന്ന പോലെ തന്നെ ഇവർക്ക് ഓരോ ചികിത്സയ്ക്കുള്ള റേറ്റുകൾ അവിടെ പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിലവിൽ വന്നാൽ ഒരുപക്ഷെ ഇത് നല്ലൊരു നിയമമാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സഹായകമാകും. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത് ഉണ്ടോ എന്ന് നോക്കുക. ഏതായാലും വിധി വന്നിട്ടുള്ളൂ. ഒരുപക്ഷെ അവർ സുപ്രീം കോടതിയിലേക്ക് പോവുമായിരിക്കും, അറിയത്തില്ല. ഇല്ലെങ്കിൽ ഇത് നടപ്പാക്കിയാൽ എല്ലാവർക്കും നല്ലത് തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.